ആസാമിൽ നിന്നും ബെഡ്ഷീറ്റുമായി വരുന്ന ബംഗാളിയെപ്പോലെ പെട്ടിയും പ്രമാണവുമായി നയൻതാര പ്രസവം എന്ന അങ്കത്തട്ടിലേക്ക് പുറപ്പെടുകയാണ് ഗൈസ്. ഞാനൊന്ന് തിരിച്ചു വന്നോട്ടടാ പന്നി എന്ന് മനസ്സിൽ പറയുന്നത് മുഖത്തറിയുന്നതേയില്ല. ദുര്യോധനൻ തൊടുത്തുവിട്ട അമ്പുപോലെ 100-110 പാഞ്ഞ് വാഴപ്പണ വഴി നേരെ യുദ്ധഭൂമിയിലേക്ക്. കാഴ്ചയിൽ ലുലുമാളിനോട് സാമ്യം തോന്നുന്ന ചായക്കടയും കുൽക്കി സർബത്തും എന്തിന് ഷവർമ വരെ കിട്ടുന്ന കാനഡയിലെ ഒരു ഗവൺമെന്റ് ആശുപത്രി. അങ്ങനെ നയൻതാരയ്ക്കുള്ള രഥം എത്തിയിരിക്കുന്നു. പല രാജ്യങ്ങളിലെയും രഥങ്ങൾ ഇങ്ങനെ ചീറിപ്പാഞ്ഞു പോകുന്നത് കാണാം. കണ്ടിട്ട് ആറ്റിങ്ങൽ ഭാഗത്തുള്ളതാണെന്ന് തോന്നുന്നു. ഏതൊരു ഭർത്താവിന്റെയും ചങ്കുപിടയ്ക്കുന്ന നിമിഷം. അതെ, ഇനി വേണം ഒരു ഫുൾ മന്തി ഒറ്റയ്ക്കിരുന്ന് തിന്നാൻ. അതിനും ഈ മഹാഭാബി കെട്ടിയോൾ സമ്മതിച്ചില്ല. അത്ഭുതമെന്ന് പറയട്ടെ, കാനഡയിലെ തൊഴിലാളി മുറി അഥവാ ലേബർ റൂമിൽ ഭാര്യയോടൊപ്പം ഭർത്താവ് നീക്കേണ്ടത് ഇവിടുത്തെ ഒരു ആചാരമാണത്രേ. ഇഞ്ചി കടിച്ച കുരങ്ങൻ കറണ്ട് കമ്പിയിൽ കൂടി ചവിട്ടിയാൽ എങ്ങനെയിരിക്കും എന്നതുപോലെ മറ്റൊരു തുണിയുടുക്കാത്ത സത്യം എന്തെന്നാൽ കുഞ്ഞിന്റെ പൊക്കൽ കൂടി മുറിക്കേണ്ടത് സ്വന്തം പിതാവ് തന്നെയാണ്. പിന്നൊന്നും നോക്കിയില്ല, പൊട്ടക്കുഴിയിലെ തയ്യലറിയാവുന്ന വത്സല കുഞ്ഞമ്മയെ മനസ്സിൽ ധ്യാനിച്ച ഒറ്റ മുറി. എന്താണെന്നറിയില്ല,